ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ്. മല്ലു ബീറ്റ്സ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നല്ല, ഇനി വരുന്ന 5-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, 3rd വെഡിങ് ആനിവേഴ്സറി, ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി, പിന്നെ ഏടത്തിയുടെയും ഏട്ടൻ്റെയും 24-ാം തീയതി കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാറുമോളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അവരുടെ മോളുടെ ബർത്ത്ഡേയും കഴിഞ്ഞു. ഇനി പിറന്നാള് വരുന്നുണ്ട്, അപ്പൊ അതും കൂടെ. അപ്പോൾ 3 പേരുടെ വെഡിങ് ആനിവേഴ്സറിയും പാറുമോളുടെ ബർത്ത്ഡേയും കൂടെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ 5-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങള് അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇന്ന് നല്ല അടിപൊളി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 5-ാം തീയതി ഞങ്ങളുടെ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ വരും. അപ്പോൾ ഒരു സർപ്രൈസ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ബൈ. ഞങ്ങൾ ഓൾറെഡി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ ഒരു കാരണത്താൽ അത് വീണു പോയി. ഞങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ് കേട്ടോ. അത് സ്റ്റേപ്ലർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിൻ ചെയ്യണമായിരുന്നു. ഞങ്ങളത് ഒട്ടിക്ക് മാത്രം ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ടാണെന്ന് അറിയില്ല, എന്തോ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അത് വീണു പോയി. അപ്പോൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിതാ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. തമ്പുരുക്കുട്ടിക്ക് അവരൊക്കെ കണ്ടപ്പോൾ തുള്ളി ചാടുമായിരുന്നു. നല്ല സന്തോഷമായിട്ടോ. പാറുക്കുട്ടി ഇതാ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ ഞാൻ ചോദിച്ചു, എവിടെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കമ്മലൊക്കെ എന്തെന്ന് വെച്ചപ്പോൾ കാണിച്ചു തരികയാണ്. അങ്ങനെ അവളുടെ ഉറക്കം പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആൾ ഉഷാറായി കേട്ടോ. അവളുടെ ഉറക്കമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരിതാ ഡെക്കറേഷനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും വെക്കാനായിട്ട് പറ്റിയില്ല, എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ പാറുമോളുടെ കേക്ക്. അപ്പോൾ ആദ്യം തന്നെ പാറുമോളുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെയൊക്കെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ് കേട്ടോ. അങ്ങനെ ഇതാ പാറുക്കുട്ടിയുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചു. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള കാരണം ഓരോരുത്തരുടെ ഫംഗ്ഷൻ വരുന്നത് അടുപ്പിച്ചാണ് കേട്ടോ. 5-ാം തീയതി എൻ്റെയും ഏട്ടൻ്റെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. ഇവരുടെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഓരോ ഫംഗ്ഷൻസിനും സെപ്പറേറ്റ് കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നതിനേക്കാളും ബെറ്റർ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുകയല്ലേ എന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിങ്, ഏടത്തിയുടെ പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു പ്ലാനിങ്ങിൽ എത്തിപ്പെട്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ചെയ്യാൻ വിചാരിച്ചു. പെട്ടെന്നായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും അങ്ങനെ പ്ലാനിങ്, അതായത് ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊന്നും മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ തലേ ദിവസം ഇടത്തി പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. അന്ന് തന്നെ രാവിലെയാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് ഇതുപോലെ ഡെക്കറേറ്റൊക്കെ ചെയ്തത്. എങ്ങനെയൊക്കെയോ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെ പാറുക്കുട്ടിയുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വായിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അവൾ വായിൽ വെച്ച് കൊടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അവൾ തന്നെ കേക്ക് ഞങ്ങളിൽ നിന്ന് മേടിച്ചിട്ട് വായിൽ വെക്കുന്നുണ്ട്. അപ്പം ഞാനും ഇടത്തേക്ക് ഡ്രസ്സ് ഇതുപോലെ ഇടത്തി റെഡ് ഫ്രോക്ക് ഇടാം, ഞങ്ങൾ റെഡ് ഇടാമെന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് പോയി ഡ്രസ്സ് എടുക്കാനുള്ള ആ ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡ്രസ്സും പ്ലാൻ ചെയ്തത് കേട്ടോ. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഡ്രസ്സിൻ്റെ. അപ്പോൾ 2 ഏടത്തിമാരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്നും. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മാത്രം കേട്ടോ. പിന്നെ വല്യമ്മ, തൊട്ടടുത്തുള്ള വല്യമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ മൂത്ത് ചേച്ചി ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് സെറ്റാക്കാൻ പോവുകയാണ്. ഞങ്ങൾ കേക്ക് മാത്രം അത് ഓർഡർ ചെയ്തിട്ട് അതുമ്മ ആനിവേഴ്സറിയുടെ ഒരു ഇത് മാത്രം എഴുതിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. ബാക്കി ജിതിയേട്ടനാണ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ ജിതിയേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ അമ്മേനെ അച്ഛനും സെൻറ്ററിൽ നിർത്തിയിട്ട് 2 പേരെയും അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റി. പെട്ടെന്നുള്ള ഒരു ഇതായ കാരണം ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്ക്, അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്.
കഴിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓരോ കപ്പിൾസായി നിന്നിട്ട് പരസ്പരം കേക്ക് എക്സ്ചേഞ്ച് ചെയ്യാമെന്നൊക്കെ കേട്ടോ. തമ്പുരുട്ടിയും പാറുകുട്ടിയും ഒക്കെ കേക്കൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇതുപോലെ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റി, ആഘോഷിക്കാൻ പറ്റി. ഇനി 5-ാം തീയതിയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. അന്ന് ഞങ്ങൾ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യൊന്നുമില്ല, ജസ്റ്റ് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതു. പിന്നെ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ആ ഒരു സർപ്രൈസ് എന്താണെന്ന്. അങ്ങനെ ഇതാ ഓരോ കപ്പിൾസായിട്ട് നിന്നത് കേക്കൊക്കെ കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇതാ മൂത്ത ഏട്ടനും ഏടത്തി കേട്ടോ. അപ്പോൾ അവരിതാ അച്ഛനും അമ്മയ്ക്കും കേക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഏടത്തിക്ക് കുറേ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല, ഓരോ കാര്യങ്ങൾ ട്യൂഷനും അതുപോലെ തന്നെ മോൻ്റെ പഠിപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഏടത്തിയൊക്കെ വന്നിട്ടുണ്ട്, ഏടത്തിയുടെ ആങ്ങളെയും ആളുടെ വൈഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ വയറ് കാണാൻ പോകുന്ന ചടങ്ങിൽ ആ കുട്ടിയുടെ വയറ് കാണാൻ പോക്കായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എനിക്ക് കേക്ക് തന്നതാ രസം കേട്ടോ, ഒന്ന് തന്ന് വലിച്ച പോലെയാണ്. പിന്നെ ഇതാ ജിതിയേട്ടന് കേക്കൊക്കെ കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഗിഫ്റ്റ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ആർക്കും പരസ്പരം ഗിഫ്റ്റ് ഒന്നും കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി 5-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് ജിതിയേട്ടനും അതുപോലെ ജിതിയേട്ടനും എനിക്കൊരു ഗിഫ്റ്റൊക്കെ തരുമായിരിക്കും അങ്ങനെയൊന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ഏട്ടനെ അടുത്തിയിട്ട് അവർ വെഡിങ് ആനിവേഴ്സറി ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റും ഡ്രസ്സും ഗിഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചതാണ് കേട്ടോ. പിന്നെ പാറക്കുട്ടിയുടെ പിറന്നാൾ വരുന്നുണ്ട്. പിറന്നാളിൻ്റെ അന്ന് ജസ്റ്റ് ഞങ്ങൾ സദ്യയൊക്കെ വെച്ച് അവൾക്ക് പുതിയ ഡ്രസ്സും അങ്ങനെ അവളുടെ കാര്യം ഞങ്ങൾ വേറൊരു ഇതായി നടത്തുന്നുണ്ട് കേട്ടോ. കാരണം അവളുടെ 2ാമത്തെ ബർത്ത്ഡേ അല്ലേ, മോളല്ലേ. അപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സെലിബ്രേഷൻ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതുപോലെ എല്ലാവരും കേക്ക് കട്ടിങ് അതൊന്നും ഉണ്ടാവില്ല. അവൾക്ക് കുട്ടി സദ്യയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവളുടെ ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ധ്യാനേട്ടന് വായിലൊക്കെ വെച്ച് തന്നു കേട്ടോ. ധ്യാനേട്ടന് ചെറിയ നാണൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഏടത്തിയുടെ ആങ്ങള, പിന്നെ ഇതാണ് വൈഫ്. അപ്പോൾ ഡെലിവറി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു വാവയും കൂടി വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാമിലി, അമ്മയും അച്ഛനും കേക്ക്. അച്ഛൻ പറയായിരുന്നു പല്ല് തട്ടല്ലേന്ന് കേട്ടോ. അങ്ങനെയൊക്കെ കോമഡിയൊക്കെ പറഞ്ഞ് അതാണ് ഞങ്ങളുടെ ചിരിയൊക്കെ. അങ്ങനെയൊക്കെ നല്ല എൻജോയ്മെൻറ്റിന് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സൗണ്ടൊക്കെ പോയി എന്ന് പറയാം, ചെറുതായിട്ട് ജലദോഷവും അങ്ങനെയൊക്കെ വന്നു, അതാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫുഡ് പരിപാടി കേട്ടോ. ഞങ്ങൾ ബിരിയാണിയാണ് സെറ്റാക്കിയിട്ടുള്ളത്. ജിത്തേട്ടനാണ് ബിരിയാണിയൊക്കെ വെച്ചത് കേട്ടോ. അതിനിടയിലൊരു സംഭവം നടന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛനും അമ്മയും കൂടെ അവിടെ ഒരു കേക്ക് എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയും നിരഞ്ജൊക്കെ വായിൽ കേക്ക് വെച്ച് തരാൻ വന്നതാണ്. പക്ഷേ നിരഞ്ജു എന്നെ പറ്റിച്ചു, ടിഷ്യൂ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ആ ടിഷ്യൂ വായിൽ നിന്ന് എടുത്ത് വെച്ച് ചമ്മിപ്പോയി. വീണ്ടും എനിക്ക് അവൻ കേക്ക് തരാനായിട്ട് വന്നു. ഇനി പറ്റിക്കരുത്, കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ചെറുതായിട്ടൊന്ന് നാണം കെട്ട പോലെ ആയി. ടിഷ്യൂ ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, വെള്ള കളർ കണ്ടപ്പോൾ വായ അങ്ങ് തുറന്നു കൊടുത്തു. അതാണ് സംഭവം കേട്ടോ. അങ്ങനെ ചേച്ചി വന്നിട്ട്, ചേച്ചി എൻ്റെ മാരേജ് കഴിഞ്ഞ് 1 വീക്ക് നിന്നിട്ട് പോയതാണ്. പിന്നെ വരുന്നത് 3rd വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേച്ചിക്കും കൂടെ കൂടാൻ പറ്റിയപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ദമ്മ് പൊട്ടിക്കൽ, ദമ്മ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ദമ്മ് പൊട്ടിക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ.
ദമ്മു പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അച്ഛൻ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ എക്സ്ട്രാ ഫുഡ് കഴിക്കാനുള്ള പന്തലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയൊരു സെലിബ്രേഷൻ അല്ലേ. അപ്പം അകത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തു. അങ്ങനെ ഇതാ ഫസ്റ്റ് അവരെ തന്നെ ഇരുത്തി കേട്ടോ. വന്നവരെല്ലാവരും കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വീട്ടുകാരാവാന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഫുഡ്. എല്ലാവരും നല്ല വിശപ്പിലാണ്. സമയം ഒരു 1:30-2 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കേക്ക് വന്നു, പിന്നെ ഞങ്ങളുടെ എല്ലാ സെറ്റപ്പും കഴിയാൻ കുറച്ച് ലേറ്റായി എന്ന് തന്നെ പറയാം. അപ്പോൾ ധ്യാനുട്ടൻ അവരെ കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ധ്യാനുട്ടൻ ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് എത്തിച്ച് നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തമ്പുരുക്കുട്ടി അവർ കഴിക്കണം നോക്കിയപ്പോൾ മാമു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പ്ലേറ്റിൽ എടുത്തിട്ട് പുറത്ത് പോയിട്ട് വെള്ളത്തിലൊക്കെ ഇരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇവൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ഇവൾക്ക് വേറൊരാളോട് ഫുഡ് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് ആർക്കും ഇഷ്ടമല്ല. വേറൊന്നല്ല, തീരെ കഴിക്കില്ല കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് തമ്പുരുക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞത് ഇഷ്ടമല്ല. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഏടത്തിയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്നു. അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടു. അത് കഴിഞ്ഞ് വല്യമ്മയൊക്കെ ഇരുന്നു കേട്ടോ. ഈ ഒരു സെറ്റിൽ ഞാനും ഓടിപ്പോയി ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണിയുടെ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി കൂടി വരും. അങ്ങനെ ഞാനും അമ്മയുടെ അടുത്ത് പോയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഏടത്തീനും വിളിച്ചു. ഞാനും ഏടത്തിയും കൂടെ ഇരുന്നു. ഞങ്ങളും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒപ്പം പായസം ഉണ്ടായിരുന്നു, ചെറിയൊരു മധുരം എല്ലാവർക്കും. ജിതേട്ടനും ഞങ്ങളെ കൂടെ. അപ്പോൾ തമ്പുരു നോക്ക്, ഹായ് പറഞ്ഞേ. ഹായ് അല്ല ബായി. തമ്പുരു എവിടെയായിരുന്നു? തമ്പുരു ഡ്രസ്സൊക്കെ മാറ്റി വെള്ളത്തിലുള്ള കള്ളിയായിരുന്നു. അങ്ങനെ അപ്പോ ഞങ്ങളുടെ അതെ, ഞങ്ങളുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ഇനി 5-ാം തീയതിയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ ശരിക്കും വരുന്നത്. അപ്പോൾ ഇനി അന്നത്തെ ഒരു വീഡിയോ, ഒരു സ്പെഷ്യൽ വീഡിയോ അടുത്തത് ഇടാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ.